ഹായ്, സിമ്പിളായിട്ട് എങ്ങനെ താമര വരയ്ക്കാമെന്നാണ് ഇതിലിപ്പോൾ കാണിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നല്ലോണം ബ്ലറായിട്ടാണ് പിക്ചർ ഇരിക്കുന്നത്. അതിന് 2 റീസൺസ് ഉണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഫോക്കസ് ചെയ്തിരുന്നു, പക്ഷെ അത് ഫോക്കസ് പോയത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പിക്ചർ ഞാൻ വരച്ചേക്കുന്നത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഡാർക്കാക്കി വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച ലൈൻസൊക്കെ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും എടുത്ത് നിൽക്കും. ലാസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഡാർക്കാക്കി വരച്ചുകൊണ്ട് പെയിൻറ് ചെയ്തപ്പോഴത്തേക്കും ആ ലൈൻസൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. പെയിൻറ് ചെയ്യുന്ന വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം ലൈൻ നിൽക്കുന്നത്. അതുകൊണ്ട് പരമാവധി പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചേഴ്സ് ലൈറ്റ് കളറിൽ ലൈറ്റാക്കി മായ്ച്ച പാട് പോലും വരാത്ത രീതിയിൽ വരയ്ക്കാൻ ശ്രമിക്കാം. അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും തെറ്റാണ്ട് പെയിൻറ് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ വരയ്ക്കേണ്ട കാര്യമില്ല. വരച്ചിട്ട് ഇങ്ങനെ റഫായിട്ട് സ്കെച്ച് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. അതാവുമ്പോൾ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും ഈ വരച്ച പാടുകളും കാര്യങ്ങളും ഒന്നും കാണത്തുണ്ടാവില്ല. പിന്നെ ഞാൻ 2 റൗണ്ട് വരച്ചിട്ടുണ്ട് അതിൽ. ഇത് വേറൊന്നുമില്ല, താമരയ്ക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റഫായിട്ട് വരയ്ക്കുന്നത്. അത് വരച്ച് ഏകദേശം അതിൻ്റെ റഫ് വരച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ മായ്ച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നല്ല വൃത്തിക്കൊന്ന് അതിന് മേലെ കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ജസ്റ്റ് വരയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. വലിയ കോംപ്ലിക്കേഷനായിട്ടൊന്നും കാണണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരയ്ക്കാം. ആകെ നോക്കേണ്ടത് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടോയെന്ന്. പിന്നെ ഇതിൻ്റെ ഇതള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പെറ്റൽസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ഏതൊക്കെ ഷേപ്പിൽ വേണം, എങ്ങോട്ടൊക്കെ നിൽക്കണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാൻ പറ്റും. ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം കോപ്പി ചെയ്ത് വരയ്ക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ പെർഫെക്റ്റ് കോപ്പി ഒരാളെ കൊണ്ടും വരയ്ക്കാൻ പറ്റില്ല. ചിലപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ കോപ്പി ചെയ്തെടുത്താൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പി കിട്ടുമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒരു പിക്ചർ നോക്കി വരയ്ക്കുമ്പോഴത്തേക്കും അതേ പെർഫെക്ഷൻ അതിൽ നിന്ന് കിട്ടില്ല. ഒരു എക്സാമ്പിളിൽ എൻ്റെ ഈ പിക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ വരച്ചത് എൻ്റേതായ രീതിയിലാണ്. അത് ഞാൻ വരച്ച കണക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോഴും നിങ്ങളുടേതായ രീതിയിൽ മാത്രമേ ആ പിക്ചർ വരത്തുള്ളൂ. അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കി തെറ്റൊക്കെ പരിഹരിച്ച് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നോക്കുക.